പ്രവാസി എഴുത്തുകാരൻ അജിത് കണ്ടല്ലൂർ രചിച്ച ഇസബെല്ല എന്ന കഥാസമാഹാരത്തിന്റെ രണ്ടാം പതിപ്പിന്റെ പ്രകാശനം MSM കോളേജിൽ നടന്നു. മുൻ മന്ത്രി ജി സുധാകരൻ പുസ്തക പ്രകാശനം നടത്തി. സംവിധായകനും നടനുമായ മധുപാൽ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പ്രവാസി എഴുത്തുകാരൻ അജിത് കണ്ടല്ലൂരിന്റെ ഇസബെല്ല എന്ന കഥാസമാഹാരത്തിന്റെ രണ്ടാം പതിപ്പിന്റെ പ്രകാശനം കായംകുളം MSM കോളേജിൽ നടന്നു. മുൻമന്ത്രി ജി സുധാകരൻ പുസ്തക പ്രകാശനം നടത്തി. ചലച്ചിത്ര നടനും സംവിധായകനുമായ മധുപാൽ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ഇതിന്റെ സാമൂഹ്യശാസ്ത്രവും മനഃശാസ്ത്രവും പഠിക്കാനൊന്നുമുള്ള യാതൊരു ക്ഷമയും ഇവിടെ ആർക്കും ഇല്ല. ഒരു യൂണിവേഴ്സിറ്റികളിലൊന്നും ഇതേപ്പറ്റി എന്നുള്ള യാതൊരു ഗവേഷണവും നടക്കുന്നില്ല. എഴുത്തുകാരിൽ തന്നെ വളരെ കുറച്ച് പേർ മാത്രമേ ഇത്തരം കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്കെന്താ സംഭവിച്ചിട്ടുണ്ട്? സംതിങ് ഈസ് റോട്ടൺ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെൻമാർക്ക് എന്ന ഷേക്സ്പിയറുടെ നാടകത്തിൽ പറയുന്ന പോലെ ഡെൻമാർക്കിലുള്ള കേരളത്തിൽ എന്തോ ചീഞ്ഞ് നടന്നുണ്ട് നമ്മുടെ സംസ്കാരത്തിൽ. അതേപ്പറ്റി വലിയ ചർച്ച വേണം. ആ ചർച്ച വേണമെങ്കിൽ ക്ഷമ വേണം. ആദ്യം ഒരു സമ്മേളനത്തിൽ വരുന്നതിന് മുമ്പേ എഴുന്നേറ്റ് പോണ സംസ്കാരമല്ലേ നമ്മുടേത്. പക്ഷെ മതപരമായ സമ്മേളനത്തിൽ ആദ്യം ഇരിക്കുന്നുണ്ടല്ലോ, ഇതേ കേരളത്തിൽ തന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മതപരമായൊരു സമ്മേളനമാണെങ്കിൽ ഒറ്റയാൾ എഴുന്നേക്കില്ല, പാതിരാത്രി വരെ ഇരിക്കും. രാഷ്ട്രീയ സമ്മേളനങ്ങൾ, സാംസ്കാരിക സമ്മേളനം, ഇതൊക്കെ വന്നു പോയി. അതാണൊന്നും ഉള്ളിൽ തട്ടിയിട്ടില്ല. കേരളത്തിൻ്റെ കുറവാണത്, അതിൻ്റെ ദൗർഭാഗ്യമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മലയാള ഭാഷയുടെ മാഹാത്മ്യത്തിൻ്റെ തെളിവ് കൂടിയാണ് ഇതിലേക്ക് ഓരോ കഥയും. ചില കഥകളിലൊക്കെ ആലങ്കാരികമായ പദങ്ങളും വർണ്ണനകളും കുറച്ച് കൂടുതലുണ്ട്. അതിൻ്റെ അത്രയൊന്നും ആവശ്യമില്ല ചെറുകഥകളിൽ. പക്ഷേ അദ്ദേഹത്തിന് പ്രബന്ധം എഴുതാനാണെങ്കിൽ വലിയ കഴിവായിരിക്കും ഈ ഭാഷ. കഥകളിൽ ചിലയിടത്ത് കുറച്ച് വർണ്ണന കൂടിപ്പോയിട്ടുണ്ടാവും, പക്ഷേ അത് എഴുതാനുള്ള കഴിവിനെ വ്യക്തമാക്കുന്നു. ചെറുകഥയ്ക്ക് ഉന്നത നിലവാരത്തിലേക്ക് വളർന്ന് പൊന്താനുള്ള കഴിവുള്ള ഭാഷയാണ് മലയാളമെന്നാണ് അജിത്തിൻ്റെ ഈ കഥകളിൽ. നമ്മുടെ ഭാഷയിലാണ് ഇത്, എഴുതാണ്ട് ഭാഷ വേണ്ടേ? ആ ഭാഷയുടെ കഴിവ് ഇതിനകത്തുണ്ട്. ഞാനിതുപോലുള്ള ഏത് സമ്മേളനത്തിൽ പോയാലും ഭാഷയെപ്പറ്റി സംസാരിക്കാറുണ്ട്. കാരണം ഭാഷ ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. നമ്മുടെ ഐഡൻറ്റിറ്റി മലയാള ഭാഷയാണ്, അല്ലാതെ ഈ വസ്ത്രവും ഭക്ഷണമൊന്നും അല്ല. ഇപ്പോൾ കൂടുതൽ പേരും പാൻറ്റല്ലേ ഇട്ടേക്കുന്നത്. ഇവിടെ പക്ഷേ പാൻറ്റുകാർ വളരെ കുറവാണ്. കോളേജായിട്ടും ഇവിടെ കൂടുതലും പാൻറ്റായിരിക്കും. ഇടാൻ സൗകര്യമാണ്. ചിലർ പറയും ഒരാഴ്ചയിൽ ഒരിക്കൽ നനച്ചാൽ മതി, ആരും അറിയത്തില്ല, അതുകൊണ്ടാണ് ഇടുന്നത്. അതുകൊണ്ടല്ല, സൗകര്യമാണത്. ഇല്ലെന്ന് പറഞ്ഞൊരു സൗകര്യം തന്നെയാണ്. നമ്മുടെ ഭാഷ മലയാളം എവിടെയെല്ലാം മാറ്റി നിർത്താമോ അവിടെയെല്ലാം മാറ്റി നിർത്താൻ ശ്രമിക്കുകയാണ്. ആലപ്പുഴ മുതൽ കായംകുളം വരെയുള്ള നോഷ ഹൈവേയുടെ 2 സൈഡിലുള്ള കടകളുടെ ബോർഡുകളൊന്ന് പരിശോധിച്ചാൽ മതി. 99% പേരുകൾ ഇംഗ്ലീഷിലാണ്. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ A. മുഹമ്മദ് താഹ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുൻ MP ആരിഫ്, നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. അവന്റെ പക്ഷവും പ്രത്യയശാസ്ത്രബോധത്തിനും അപ്പുറമായി വിപുലമായ സൗഹൃദ ബന്ധം ശ്രീ അജിത്തിനുണ്ട്. അത് അദ്ദേഹത്തിന് ഈ എഴുത്തിനുള്ള വെള്ളവും വളവും ഊർജവുമായി മാറിയിട്ടുണ്ട് എന്നതും ഏറ്റവും വലിയ കാര്യമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇനിയും ആ പിന്തുണയും പ്രോത്സാഹനവും എല്ലാവരും അജിത്തിന് നൽകണം. അജിത്ത് എഴുത്ത് തുടരുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ ചുരുക്കുന്നു. എഴുത്തുകാരൻ P. K. അനിൽകുമാർ പുസ്തക പരിചയം നിർവഹിച്ചു. അൻഷാദ് ബത്തേരി, മഹാദേവൻ വാഴശ്ശേരിൽ, B. അമിൻഷാ, A. P. ഷാജഹാൻ, അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ, ഷൗക്കത്ത് പറമ്പിൽ, ഡോക്ടർ ലേഖ S. ബാബു, ഡോക്ടർ വിദ്യ, നൌഷാദ് എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.